നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഓൺ ഡിലേ, ഓഫ് ഡിലേ, സൈക്ലിക് ടൈമർ എന്നിവ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിൻ്റെ ആനിമേഷൻ വീഡിയോ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കംപ്ലീറ്റ് ആയി വിവരിക്കുന്നതാണ്. കൺട്രോൾ വയറിംഗ് എന്താണെന്ന് പഠിക്കണമെങ്കിൽ ഈ കാണുന്ന ടൈമറുകൾക്ക് എന്തൊക്കെയാണ് ഫംഗ്ഷൻ എന്ന് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൺട്രോൾ വയറിംഗ് റീഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതിൻ്റെ ഫംഗ്ഷൻ അറിയാതെ ഡ്രോയിങ് റീഡ് ചെയ്യാൻ പറ്റുന്നതല്ല. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായും ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ.കെ.ആർ ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനൽ. എ.കെ.ആർ ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ വഴി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക് റിലേറ്റഡ് വീഡിയോസ് ആണ് കൂടുതലായും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനെ പറ്റി കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്താൽ ഞാൻ തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ടൈമറാണ്. അതായത് ഇത് സൈക്ലിക് ടൈമറാണ്. സെലക് എന്ന കമ്പനിയുടെ സൈക്ലിക് ടൈമറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഈ റിലേയുടെ കോയിൽ പോയിന്റ് കാണിച്ചിട്ടുണ്ട്. A1 A2 കോണ്ടാക്റ്റിൻ്റെ പോയിന്റും ഇവിടെ കാണിച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ പവർ, റിലേ എന്നിങ്ങനെ രണ്ട് ലൈൻ ഇവിടെ ഗ്രാഫായി കാണിച്ചിരിക്കുന്നതാണ്. ഇത് എന്താണെന്നാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഓഫ് ഡിലേ ടൈമർ, ഓൺ ഡിലേ ടൈമർ, സൈക്ലിക് ടൈമർ എന്നിങ്ങനെ 3 ടൈമറിൻ്റെയും ഫംഗ്ഷൻ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതാണ്. ഡിലേ ടൈമർ 3 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് ഇത് ഓൺ ഡിലേ ടൈമർ. ഓൺ ഡിലേ ടൈമർ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു ടൈമർ ആയിരിക്കും. ഇത് സെലക്ട് എന്ന കമ്പനിയുടേതാണ്. ഇവിടെ A1 കാണാം, ഇവിടെ A2 കാണാം. ഇതാണ് ഇതിൻ്റെ കോയിൽ പോയിന്റ്. അതുപോലെ തന്നെ 15, 16, 18 എന്ന് പറയുന്നത് ഒരു റിലേയുടെ NONC കോണ്ടാക്റ്റുകളാണ്. അതുപോലെ തന്നെ 25, 26, 28 എന്നത് രണ്ടാമത്തെ റിലേയുടെ കോണ്ടാക്ട്സുകളാണ്, NONC കോണ്ടാക്റ്റുകളാണ്. നെക്സ്റ്റ് ഓഫ് ഡിലേ ടൈമറാണ്. ഓഫ് ഡിലേ ടൈമർ എന്ന് പറയുമ്പോൾ ഇതുപോലെ പല കമ്പനികളും പല രീതിയിലാണ് ഇറക്കുന്നത്. ഇതിപ്പോൾ സെലക്കിൻ്റെ ഓഫ് ഡിലേ ടൈമർ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പിക്ചർ എടുത്തത്. വോയിസ് കൺട്രോളിൻ്റെ ഒരു ഓഫ് ഡിലേ ടൈമറാണ്. ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ ഞാൻ ഇതിനു മുമ്പ് പ്രാക്ടിക്കലായി വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും അത് വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സൈക്ലിക് ടൈമറാണ്. സൈക്ലിക് ടൈമർ എന്ന് പറയുമ്പോൾ ഇത് സെലക്കിൻ്റെ തന്നെയാണ്. ഈ രണ്ട് ഡയലുകൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓണും ഓഫും നമുക്ക് എത്ര ടൈം സെറ്റ് ചെയ്യണം എന്നതിനെപ്പറ്റി ഉള്ള ഒരു ഡയലാണ് കാണുന്നത്. ഇതിൻ്റെ വീഡിയോയും ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും റിലേ സ്റ്റാറ്റസുകൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓൺ ഡിലേ ടൈമറിൻ്റെ കോണ്ടാക്ട് സ്റ്റാറ്റസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് NOTC ആണ്. നോർമലി ഓപ്പൺ ടൈംഡ് ക്ലോസ് ആണ് ഇത് വരുന്നത്. നോർമലി ഓപ്പൺ ആയിരിക്കുന്ന ഈ കോണ്ടാക്റ്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് NCTOയുമാണ്. 2 കോണ്ടാക്റ്റുകളായിരിക്കും. ഡിലേ ടൈമറുകളുടെ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് 2 എണ്ണമാണ് വരുന്നത്. ഇതുപോലെ ഒരു നോർമൽ ഓപ്പണും നോർമൽ ക്ലോസുമാണ് വരുന്നത്. അതിൽ NOTC എന്ന് പറയുന്നത് നോർമലി ഓപ്പൺ ടൈംഡ് ക്ലോസ് ആണ്. നോർമലി ഓപ്പൺ ടൈംഡ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഓൺ ഡിലേ ടൈമറിൽ വെച്ചിരിക്കുന്ന പ്രീസെറ്റ് ടൈം എത്രയാണോ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ക്ലോസ് ആവുകയുള്ളൂ. അതായത് നോർമൽ ഓപ്പൺ ക്ലോസിലേക്ക് വരികയുള്ളൂ. അതുപോലെ തന്നെ NCTO എന്ന് പറയുന്നത് പ്രീസെറ്റ് ടൈം കഴിയുമ്പോൾ മാത്രമേ ഈ ക്ലോസ് സ്റ്റാറ്റസ് ഓപ്പൺ ആയി പോവുകയുള്ളൂ. സ്വിച്ച് ഓഫ് ചെയ്താൽ ഈ പൊസിഷനിൽ തന്നെ അതിൻ്റെ കോണ്ടാക്റ്റുകൾ വന്ന് നിൽക്കുന്നതാണ്. നമുക്ക് ഓഫ് ഡിലേ ടൈമർ എന്താണെന്ന് നോക്കാം. ഓഫ് ഡിലേ ടൈമറിനും ഇതുപോലെ 2 കോണ്ടാക്റ്റുകൾ വരും. ഒരു NO, ഒരു NC എന്നിങ്ങനെ 2 കോണ്ടാക്റ്റുകളാണ് ഉള്ളത്. ഓഫ് ഡിലേ ടൈമറിന് NCTC, NOTO എന്നിങ്ങനെ 2 കോണ്ടാക്റ്റുകളാണ് ഉള്ളത്. അതായത് NCTC എന്ന് പറഞ്ഞാൽ നോർമലി ക്ലോസ്ഡ് ടൈംഡ് ക്ലോസ് ആണ്. ഇത് നോർമലി ക്ലോസ് ആയിരിക്കും. ഓഫ് ഡിലേ ടൈമറിലേക്ക് സപ്ലൈ കൊടുത്താൽ ഉടൻ തന്നെ ഇത് ഓപ്പൺ ആയി പോകും. ഇവിടെ ഈ കാണുന്നത് ക്ലോസ് ആവുകയും ചെയ്യും. ഇതിൻ്റെ A1 A2ലേക്കുള്ള കോയിൽ സപ്ലൈ പോയി കഴിഞ്ഞാൽ ഇതിൽ പ്രീസെറ്റ് ടൈം എത്രയാണോ വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് നോർമൽ ഓപ്പൺ ക്ലോസ് ആയി കിടക്കുന്നത് ഓപ്പൺ ആയി പോവുകയുള്ളൂ. ഇതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രൊജക്ടറൊക്കെ നമ്മൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം അതിൻ്റെ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ ഫംഗ്ഷൻ വഴിയാണ്, അതായത് ഓഫ് ഡിലേ ടൈമറിൻ്റെ ഫംഗ്ഷൻ വഴിയാണ് അത് വർക്ക് ചെയ്യുന്നത്. എന്നുവെച്ചാൽ കൂളിങ്ങിന് ഇത്ര ടൈം കൊടുത്തിട്ടുണ്ട്, ആ ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ഓഫ് ആവുകയുള്ളൂ. ഓഫ് ഡിലേ ടൈമർ പല ഫംഗ്ഷനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. AMF പാനൽ, ATS പാനലുകൾക്കൊക്കെ ഈ ഓഫ് ഡിലേ ടൈമറും ഓൺ ഡിലേ ടൈമറും യൂസ് ചെയ്യാറുണ്ട്. അടുത്തതായി സൈക്ലിക് ടൈമറാണ്. സൈക്ലിക് ടൈമറിൽ ഒരു NOTC, അടുത്തത് NCTO എന്നിങ്ങനെ 2 കോണ്ടാക്റ്റുകളാണുള്ളത്. അതായത് നമ്മൾ ഓൺ ഡിലേ ടൈമറിന് പറഞ്ഞ അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇതിന് വരുന്നത്. ഇത് നമുക്ക് ഓൺ വേണമെങ്കിലും ഓഫ് വേണമെങ്കിലും ഫസ്റ്റ് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. ഈ സൈക്ലിക് ടൈമറിന് അങ്ങനെ ഒരു ഫംഗ്ഷൻ കൂടി ചില ടൈമറുകൾക്കൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആദ്യം ഓഫ് കൊടുക്കാം, ആദ്യം ഓൺ കൊടുക്കാം, ഏത് വേണമെങ്കിലും ഇത് മാറി ചെയ്യാവുന്നതാണ്. NOTC എന്ന് പറഞ്ഞാൽ നോർമലി ഓപ്പൺ ടൈംഡ് ക്ലോസ് ആണ്. അതായത് നോർമലി ഓപ്പൺ ആയിരിക്കും.
ഇതിൻ്റെ പ്രീസെറ്റ് ടൈം എത്രയാണോ വെച്ചിരിക്കുന്നത് അത് കഴിയുമ്പോൾ ഇത് ക്ലോസ് ആവും. NCTOയിൽ നോർമലി ക്ലോസ് ആയിരിക്കും, ടൈംഡ് ഓപ്പൺ ആയിരിക്കും. അതായത് സൈക്ലിക് ടൈമറിലെ പ്രീസെറ്റ് ടൈം എത്രയാണോ ആ ടൈം കഴിയുമ്പോൾ മാത്രമേ ഇത് ഓപ്പൺ ആയി പോവുകയുള്ളൂ. ഓൺ ഡിലേ ആണ് ഫസ്റ്റ് വെച്ചിരിക്കുന്നതെങ്കിൽ ആണ് ഇതുപോലെ വരുന്നത്. ഓഫ് ഡിലേ ഫംഗ്ഷനാണ് ആദ്യം വെച്ചിരിക്കുന്നതെങ്കിൽ ഇത് ക്ലോസ് ആവും, ഇവിടെ ഓപ്പൺ ആവും. പ്രീസെറ്റ് ടൈം കഴിയുമ്പോൾ ഇത് ഓപ്പൺ ആയി കൊടുക്കുകയും ഇത് ക്ലോസ് ആവുകയുമാണ് ചെയ്യുന്നത്. സൈക്ലിക് ടൈമറിൻ്റെ ഫംഗ്ഷൻ വഴിയെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. നമുക്ക് അടുത്ത പിക്ചറിലേക്ക് പോകാം. ഇതാണ് ഓൺ ഡിലേ ടൈമറിൻ്റെ ഫംഗ്ഷൻ. അതായത് ഈ കോയിലിലേക്കുള്ള സപ്ലൈ കൊടുക്കാനുള്ള സ്വിച്ചിങ് ആണ് ഞാനിവിടെ ഈ കാണിച്ചിരിക്കുന്നത്, കൺട്രോൾ സപ്ലൈ സ്വിച്ചിങ്. ഇതിപ്പോൾ ഇവിടെ ഈ മുകളിൽ കാണുന്ന റെഡ് ലൈൻ ഈ ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ പവർ ഓൺ സ്റ്റാറ്റസ് ആണ്. ഇവിടെ വരുമ്പോൾ ഇത് പവർ ഓൺ ആവും, ഇത് ഇവിടെ വരേക്കും ഓഫ് ആയിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ കാണാം ഈ ലൈൻ ബ്ലൂ ലൈൻ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ പവർ ഓൺ ഓഫ് സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ലൈൻ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കോൺടാക്റ്റിൻ്റെ സ്റ്റാറ്റസ്, ഇത് ഇവിടെ വരുമ്പോൾ ഇത് ഓൺ ആകുന്ന സ്റ്റാറ്റസ് ആണ് കാണിച്ചിരിക്കുന്നത്. ടൈമറുകളുടെ സൈഡിൽ നോക്കിയാൽ ഇതുപോലെ ഗ്രാഫ് അതിൽ മെൻഷൻ ചെയ്തിരിക്കും. അതിൽ എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് ഓരോ ടൈമറിൻ്റെയും സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് അതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഇതിൽ സ്വിച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്വിച്ചിങ് ചെയ്ത് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. സ്വിച്ചിങ് ഓൺ ആണെങ്കിലും നമ്മുടെ ഈ കോൺടാക്റ്റ് NCയിൽ തന്നെ തുടരും. പ്രീസെറ്റ് ടൈം എത്രയാണോ വെച്ചിരിക്കുന്നത് അതിന് ശേഷം നോർമൽ ക്ലോസിൽ നിന്നും നോർമൽ ഓപ്പണിലേക്ക് ഈ കോൺടാക്റ്റ് ചേഞ്ച് ആകുന്നതാണ്. അപ്പോൾ നോർമൽ ഓപ്പൺ ക്ലോസ് ആകുന്നതാണ്. നമുക്ക് ഇവിടെ കാണാം ഈ ടൈം ഇപ്പോൾ 5 സെക്കൻഡാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ 5 സെക്കൻഡിന് ശേഷം നിങ്ങൾ കാണാം ഇവിടെ ഓൺ ആയിട്ടുണ്ട്. അതായത് ഈ ബ്ലാക്ക് ലൈൻ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഓൺ സ്റ്റാറ്റസ് ആണ് ഈ നിങ്ങൾക്ക് ഇവിടെ മുകളിലേക്ക് കാണാവുന്നത്. ഇപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയി ഈ സ്റ്റാറ്റസിൽ തന്നെ തുടരും. സ്വിച്ചിങ് എപ്പോൾ ഓഫ് ആക്കുന്നോ അതുവരെ ഈ നോർമൽ ഓപ്പൺ ക്ലോസിൽ തന്നെ തുടരും. ഇവിടെ കാണിച്ചിരിക്കുന്നത് അതാണ്. അതായത് ഇവിടെ പവർ സപ്ലൈ ഇവിടെ വരേക്കാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ പവർ സപ്ലൈ ഓഫ് ആക്കുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രമേ ഇത് തിരിച്ച് നോർമൽ സ്റ്റേറ്റിലേക്ക് വരികയുള്ളൂ. അതായത് NCയിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്. നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഇവിടെ എൻഡ് വരേക്കും വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇത് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ, അതായത് ഈ സ്വിച്ചിങ് ഓഫ് ആക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് ഓഫായി തിരിച്ച് വരുന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാം. ഇതുപോലെ ഇവിടെ സ്വിച്ചിങ് ഓഫ് ആക്കുകയാണ്. ഓഫാക്കുമ്പോൾ നോർമൽ ഓപ്പൺ ക്ലോസിൽ കിടന്നത് ഈ പോയിന്റ് നേരെ നോർമൽ ക്ലോസിലേക്ക് തന്നെ വരുന്നതാണ്. പിന്നീട് ഇത് കണ്ടിന്യൂസ് ആയി എപ്പോൾ സ്വിച്ച് ചെയ്യുന്നു അപ്പോൾ മാത്രമേ ഇത് ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങുകയുള്ളൂ. അടുത്ത സ്വിച്ചിങ് വരെ ഇത് ഇങ്ങനെ തന്നെ ഈ സ്റ്റാറ്റസിൽ തന്നെ തുടരുന്നതാണ്. നമുക്ക് അടുത്ത ഓഫ് ഡിലേ ടൈമർ നോക്കാം. ഇതാണ് ഓഫ് ഡിലേ ടൈമറിൻ്റെ ഗ്രാഫ്. നിങ്ങൾക്കിവിടെ കാണാം കോയിലിലേക്കുള്ള സപ്ലൈ ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സ്വിച്ച് ചെയ്യുകയാണ്. ഈ ബ്ലൂ ലൈൻ ഞാനിവിടെ ഈ എൻഡ് വരേക്കും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓഫ് ഡിലേ ടൈമറിലേക്ക് സ്വിച്ചിങ് നടന്നാൽ ഉടൻ തന്നെ ഇതുപോലെ നോർമൽ ഓപ്പൺ ക്ലോസിലേക്ക് വരും. തുടർന്ന് കോൺടാക്ട് സ്റ്റാറ്റസ് ഇവിടെ നോർമൽ ഓപ്പൺ ക്ലോസിൽ തന്നെ തുടരും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പോൾ പവർ സപ്ലൈ ഇവിടെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇവിടെ സ്വിച്ചിങ് ഓഫാണ്. റിലേ കോൺടാക്റ്റ് നോർമൽ ഓപ്പൺ ക്ലോസിൽ തന്നെ തുടരുന്നതാണ്. അതായത് ഈ പ്രീസെറ്റ് ടൈം എത്രയാണോ വെച്ചിരിക്കുന്നത് അതുവരെ ഇത് ക്ലോസിൽ തന്നെ തുടരും. ഈ പ്രീസെറ്റ് ടൈം റീച്ച് ആയി കഴിയുമ്പോൾ തിരിച്ച് നോർമൽ ക്ലോസിലേക്ക് തന്നെ ഇത് തിരിച്ചു വരുന്നതാണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊജക്ടറൊക്കെ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ടൈം കൂടി അതിൻ്റെ കൂളിംഗ് ഫാനൊക്കെ വർക്ക് ചെയ്യുന്നതായി കാണാം. അതുപോലെയുള്ള ഫംഗ്ഷനുകൾക്കൊക്കെ ഈ ടൈമറാണ് ഉപയോഗിക്കുന്നത്. അതായത് ഓഫ് ഡിലേ ടൈമറാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പവർ സപ്ലൈ ഓഫ് ചെയ്താലും കുറച്ച് നേരം ഇതിലുള്ള കപ്പാസിറ്റർ ചാർജ് ചെയ്ത് നിൽക്കും. ഇത് പ്രീസെറ്റ് ടൈം എത്രയാണോ വെച്ചിരിക്കുന്നത് ആ ടൈം വരെ ഇത് വർക്ക് ചെയ്യുന്നതാണ്. പ്രീസെറ്റ് ടൈം കഴിയുമ്പോൾ ഇത് കണ്ടിന്യൂസ് ഓഫായി പോകും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് കണ്ടിന്യൂസ് ആയി നമ്മൾ തിരിച്ച് ഇനി ഓൺ ആക്കുന്നത് വരെ ഇത് നോർമൽ ക്ലോസിൽ തന്നെ തുടരുന്നതാണ്. ഈ ടൈമറും നമ്മൾ AMF പാനലുകൾ, ATS പാനലുകൾ എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. കാറിനുള്ളിലുള്ള ലൈറ്റുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഡോർ അടച്ചാലും കുറച്ച് ടൈം കൂടി അത് വർക്ക് ചെയ്യുന്നത്. ഓഫ് ഡിലേ ടൈമറുകൾ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഫംഗ്ഷനൊക്കെ ചെയ്യിക്കുന്നത്. നമുക്കടുത്ത് സൈക്ലിക് ടൈമർ നോക്കാം. സൈക്ലിക് ടൈമറിൽ ഈ കാണുന്നത് പവർ സപ്ലൈ ആണ്. അതായത് സ്വിച്ചിങ് സപ്ലൈ ആണ് ഈ മുകളിൽ റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. ഇത് കോൺടാക്റ്റിൻ്റെ സ്റ്റാറ്റസ് ആണ് T1, T2, T1, T2 എന്നിങ്ങനെ കാണിച്ചിരിക്കുന്നത്. അതായത് ഓണിനും ഓഫിനും വേണ്ടിയിട്ടുള്ളതാണ് ഈ T1, T2 എന്ന് കാണിച്ചിരിക്കുന്നത്. ഇതിലും നമുക്ക് ഓൺ വേണമെങ്കിലും ഓഫ് വേണമെങ്കിലും ആദ്യം വെക്കാം. നോർമലി വരുന്നത് ഓൺ ഡിലേ ടൈമറിൻ്റെ ഫംഗ്ഷനിലാണ് അത് നോർമൽ സ്റ്റാറ്റസിൽ വരുന്നത്. അതിൽ നമുക്ക് മാറ്റി നമുക്ക് ഓഫ് ആദ്യം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫംഗ്ഷൻ ഞാൻ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഐ ബട്ടണിലും കൊടുക്കുന്നതാണ്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് വാച്ച് ചെയ്യുക. നമുക്ക് ഇത് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ പവർ ഓൺ ചെയ്യാൻ പോവുകയാണ്. ഈ സ്വിച്ചിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്വിച്ചിങ് ഓണായി. സ്വിച്ചിങ് ഓണായി കഴിയുമ്പോൾ ഇത് നോർമൽ ക്ലോസിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓൺ ആയ സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം പവർ ഓൺ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇവിടെ പവർ വന്നിട്ടുണ്ട്. ഇപ്പോഴും നോർമൽ ക്ലോസിൽ തന്നെയാണ് ഈ കോൺടാക്റ്റ് നിൽക്കുന്നത്. പ്രീസെറ്റ് ടൈം എത്രയാണോ വെച്ചിരിക്കുന്നത് അത് കഴിയുമ്പോൾ മാത്രമേ ഇത് ഓൺ ആവുകയുള്ളൂ. അതായത് പ്രീസെറ്റ് ടൈം 5 സെക്കൻഡാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ആ 5 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് ഓൺ ഡിലേ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഓൺ ഡിലേ ടൈം ഫംഗ്ഷനിലാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത്. ഓഫ് ഡിലേ ടൈം ഫംഗ്ഷനിലാണെങ്കിൽ
നേരെ തിരിച്ചു വരും. ഓഫ് ഡിലേ ടൈം ഫംഗ്ഷനാണ് ഇതിൽ വെച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ സ്വിച്ച് ചെയ്താൽ ഉടൻ തന്നെ ഈ നോർമൽ ഓപ്പൺ ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഓൺ ഡിലേ ഫംഗ്ഷനിലാണ് ഇപ്പോൾ ഞാനിത് കാണിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ 5 സെക്കൻഡ് ഇത് റണ്ണായി കഴിയുമ്പോൾ ഇത് നേരെ നോർമൽ ഓപ്പൺ കോൺടാക്റ്റിൽ നിന്നും ഇത് ക്ലോസിലേക്ക് മാറുന്നതായി കാണാം. ഇവിടെ ഇതുപോലെ ഈ കോമൺ പോയിന്റ് നേരെ NC പോയിന്റിലേക്ക് ക്ലോസ് ആയിട്ടുണ്ട്. 5 സെക്കൻഡാണ് കാണിച്ചിരിക്കുന്നത്. 5 സെക്കൻഡിന് മുകളിൽ 10 സെക്കൻഡോ 15 സെക്കൻഡോ എത്ര വേണമെങ്കിലും നമുക്ക് അതിൽ ടൈം എത്രയുണ്ടോ അത്രയും ടൈം നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 5 സെക്കൻഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 5 സെക്കൻഡ് കഴിയുമ്പോൾ NCയിൽ നിന്നും തിരിച്ച് വീണ്ടും ഇത് ഓണാകുന്നതാണ്. നമുക്ക് കാണാം ഈ അടുത്ത 5 സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ച് ക്ലോസിലേക്ക് തന്നെ വന്നു. തുടർന്ന് നോർമൽ ഓപ്പണിലേക്ക് ക്ലോസ് ആവും. ഇങ്ങനെ ഓൺ ഓഫ് ആയി എപ്പോൾ പവർ ഓഫ് ചെയ്യുന്നോ അതുവരെയും ഇത് കണ്ടിന്യൂസ് ആയി ഓൺ ഓഫ് ആയിക്കൊണ്ടിരിക്കും. 2 പമ്പുകളൊക്കെ ചേഞ്ച് ആകണം. ഓരോന്ന് മാറി മാറി അരമണിക്കൂർ വെച്ച് ചേഞ്ചായി ഓടേണ്ടതുണ്ടെങ്കിൽ അതിനൊക്കെ ഈ ടൈമർ ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് സൈക്ലിക് ടൈമറിൻ്റെ ഫംഗ്ഷൻ. ഇത് എപ്പോൾ സ്വിച്ച് ഓഫ് ആകുന്നോ ആ സ്വിച്ച് ഓഫ് വരെ ഇത് കണ്ടിന്യൂസ് ആയി ഓണായി ഓഫായി കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റിനുള്ള മറുപടി എത്രയും പെട്ടെന്ന് നൽകുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ നോളജ് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും ഞാൻ വീഡിയോകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാവുന്നതുമാണ്. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.